ഹായ് ഗായ്സ്, ബിഗ് ബോസ് മലയാളം സീസൺ 7 തേർഡ് വീക്ക് എവിക്ഷനിലേക്കുള്ള നോമിനേഷനാണ് ഇപ്പോൾ കഴിഞ്ഞത്. അപ്പോൾ ആരൊക്കെ വന്നെന്ന് നമുക്ക് നോക്കാം. 5 വോട്ട് നേടി ശാരിക, 4 വോട്ട് നേടി ശരത്ത്, 4 വോട്ട് നേടി ശൈത്യ, 3 വോട്ട് നേടി അനുമോൾ, 3 വോട്ട് നേടി അക്ബർ, 3 വോട്ട് നേടി ഒനിയൽ, 2 വോട്ട് നേടി റെന ഫാത്തിമ, 2 വോട്ട് നേടി കലാഭവൻ സരിക, 2 വോട്ട് നേടി ഷാനവാസ്. അങ്ങനെ 9 പേരാണ്. ശാരിക, ശരത്, ശൈത്യ, അനുമോൾ, അക്ബർ, ഒനീൽ, റെന ഫാത്തിമ, കലാഭവൻ സരിക, ഷാനവാസ്. ജിസേലിന് 1 വോട്ട് നേടി, റേനു 1 വോട്ട്, നെവിൻ 1 വോട്ട്, ആദില നൂറ 1 വോട്ട്, ബിന്നി 1 വോട്ട്, അഭിലാഷ് 1 വോട്ട്. അതുകൊണ്ട് ഈ 1 വോട്ട് കിട്ടിയവരെല്ലാം രക്ഷപ്പെട്ടു. ബാക്കി 9 പേരാണ് നോമിനേഷനിൽ വന്നിട്ടുള്ളത്. ആരൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതെന്നും കൂടെ നമുക്ക് നോക്കാം. ശാരിക വന്നിട്ട് അനു ശൈത്യയുടെ പേര് പറഞ്ഞിട്ടുണ്ട്. അനുമോൾ വന്നിട്ട് അക്ബറിൻ്റെയും ജിസേലിൻ്റെയും പേര് പറഞ്ഞിട്ടുണ്ട്. അഭിലാഷ് വന്നിട്ട് ശരത് സരികയുടെ പേര് പറഞ്ഞിട്ടുണ്ട്. രേണു വന്നിട്ട് ശാരിക ശൈത്യയുടെ പേര് പറഞ്ഞിട്ടുണ്ട്. അക്ബർ വന്നിട്ട് ശാരിക ഷാനവാസിൻ്റെ പേരാണ് പറഞ്ഞത്. സരിക വന്നിട്ട് അനുമോൾ രേണുവിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട്. ശരത്ത് വന്നിട്ട് ഒനിയൽ ശൈത്യയുടെ പേര് പറഞ്ഞിട്ടുണ്ട്. ആദില നൂറ വന്നിട്ട് നെവിൻ ശാരികയുടെ പേര് പറഞ്ഞിട്ടുണ്ട്. നെവിൻ വന്നിട്ട് ശാരിക അക്ബറിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട്. ജിസേൽ വന്നിട്ട് അനുമോൾ ആദില നൂറയുടെ പേര് പറഞ്ഞിട്ടുണ്ട്. ഷാനവാസ് വന്നിട്ട് റെന ഫാത്തിമ ശരത്തിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട്. രേണു വന്നിട്ട് ശരത്തും ഒനിയലും പറഞ്ഞിട്ടുണ്ട്. അനീഷ് വന്നിട്ട് ബെന്നി ശരത്തിൻ്റെയും പേര് പറഞ്ഞിട്ടുണ്ട്. ശൈത്യ വന്നിട്ട് റെനയുടെയും അക്ബറിൻ്റെയും പേര് പറഞ്ഞിട്ടുണ്ട്. ഒനീൽ വന്നിട്ട് സരികയുടെയും ശാരികയുടെയും പേര് പറഞ്ഞിട്ടുണ്ട്. ബിന്നി വന്നിട്ട് ശൈത്യയുടെയും ഒനീലിൻ്റെയും പേര് വന്നിട്ടുണ്ട്. അനീഷിൻ്റെ പേരൊന്നും ആരും പറഞ്ഞിട്ടേ ഇല്ല കേട്ടോ. എന്തായാലും ഈ തവണത്തെ നോമിനേഷൻ കിടുവാണ്. 9 നോമിനേഷനാണ്. അപ്പം ഏതായാലും നമുക്ക് നോക്കാം ഈ തവണ ആരാണ് പുറത്തു പോകുന്നത്. സേഫ് ഗെയിം കളിക്കുന്ന കുറേ പേരൊക്കെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്ന ടാറ്റ ബൈ.